ലക്ഷ്യമില്ലാത്തൊരു ജീവിത പാതയിലൊറ്റയല്ല ആരുമൊറ്റയല്ല അമ്മയും നന്മയും ഒന്നാണ് ഞങ്ങളും നിങ്ങളും ഒന്നാണ് ഒറ്റയായൊന്നുമില്ല. മുഖ്യമന്ത്രി ഈ നാടിന് സമർപ്പിക്കുന്ന അഭിമാനകരമായ പക്ഷി ഉൾപ്പെടെയുള്ള ജീവികൾ, മൃഗങ്ങൾ, പക്ഷികൾ ഇങ്ങോട്ടുള്ള യാത്ര ആരംഭിക്കാനുള്ള പരിപാടി അവസാനിക്കുകയാണ്. അടുത്തായി ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇവിടെ ഒരു വേദി ഒരുക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട മുളിയും രാജാക്കളും കൊല്ലൂർത്തെ മുഴുവൻ എൻ്റെ സംഘാടകരോടും കൈമാക്കളോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. തൃശൂർ മൃഗശാലയിൽ നിന്നുള്ള മൃഗങ്ങൾ ഈ പാർക്കിൽ എത്തിക്കഴിഞ്ഞു. കൂടാതെ വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മൃഗങ്ങൾ താമസിയാതെ സുവോളജിക്കൽ പാർക്കിലെത്തും. പുത്തൂർ വനമേഖലയുടെ സ്പന്ദനമറിഞ്ഞ് ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസ ഇടം ഈ സുവോളജിക്കൽ പാർക്കിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ വിശാലമായ പാർക്കിംഗ്, റിസപ്ഷനുകൾക്കും ഈ ഉദ്ഘാടന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു ജീവിത പാതയിലൊറ്റയല്ല ആരുമൊറ്റയല്ല അമ്മയും നന്മയും ഒന്നാണ് ഞങ്ങളും നിങ്ങളും ഒന്നാണ് ഒറ്റയായൊന്നുമില്ല. ബന്ധമാവുക നാമെല്ലാം സ്നേഹമായി നന്മയായി ഈ ലോകം സുന്ദരമാക്കുക നാം. സ്നേഹമായി നന്മയായി ഈ ലോകം സുന്ദരമായി. സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിന്റെ പെരുമയ്ക്ക് പുത്തനൊരു തിലകക്കുറിയായി മാറുകയാണ് പുത്തൂരിന്റെ മനോഹാരിത മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ചെടുത്ത ഈ സുവോളജിക്കൽ പാർക്ക്.
അന്താരാഷ്ട്ര നിലവാരത്തിൽ 336 ഏക്കർ സ്ഥലത്തായി സജ്ജമാക്കിയിട്ടുള്ള പ്രസ്തുത പാർക്കിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നാട്ടിൽ സമർപ്പിക്കുന്ന അഭിമാനകരമായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 9 ദിനങ്ങളിലായി വെള്ളക്കടലിലും ഒട്ടകപ്പക്ഷിയും ഉൾപ്പെടെയുള്ള ജീവികൾ, മൃഗങ്ങൾ, പക്ഷികൾ ഇങ്ങോട്ടുള്ള യാത്ര ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വിദേശത്തു നിന്ന് മൃഗങ്ങളെ കൊണ്ടുവരാൻ ഒരു ആലോചന ഞങ്ങൾ നടത്തി. കിഫ്ബിയിലൂടെ അതിന് പണം മാറ്റി വെക്കാൻ സാധ്യമല്ല. ഇവിടെ വിദേശത്തു നിന്നാണ് ജിറാഫ് വരേണ്ടത്, സിംഹ വരേണ്ടത്, എലാൻഡ് വരേണ്ടത്, അനാക്കോണ്ടയുടെ വിവിധ ഇനങ്ങൾ അവരോട് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം അധ്യക്ഷ പ്രസംഗത്തിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യം കേരളത്തിൻ്റെ കരുത്തനായ മുഖ്യമന്ത്രി ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം കൂടിയായ കൊടുത്താലേ കുഴപ്പമില്ലാതെ ഇതിൻ്റെ അടപ്പ സഹോദരി സഹോദരന്മാർ, സുവാർത്തി പാർട്ടിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നേരത്തെ സ്വാഗതപ്രസംഗത്തിൽ പറഞ്ഞ സംവാദങ്ങളുടെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആളുകൾ മന്ത്രിയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ വലിയ പാക്കഡായിരിക്കുകയാണ് ജനസംഖ്യ. വന്ന് സൗകര്യത്തിന് പരിപാടികളിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ച് നേരത്തെ വന്നിരുന്ന, അതും മുൻനിരകളിലൊക്കെ നേരിട്ട ആളുകളുടെ മുന്നിലൊക്കെ ഇപ്പോൾ ആളുകൾ തിരികെ നിൽക്കുകയാണ്. അദ്ദേഹത്തിലൊരു പരിപാടിയുടെ പ്രത്യേകതയാണ് വലിയ ആൾക്കൂട്ടം വന്നിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നീ ആവശ്യത്തിന് ദശാംശങ്ങളുടെ വളർന്നു. കേരളത്തിലെ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട സന്ദർശന കേന്ദ്രമാകും പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്നുള്ളത് 100% നമുക്കെല്ലാം അറിയാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ ലോകത്തു നിന്ന് തന്നെ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന പല രാജ്യങ്ങളിൽ പോകുന്നവർ അവിടുത്തെ പ്രധാനപ്പെട്ട സൂവും പാർക്കുകളും കാണാറുണ്ട്. ലോകസഞ്ചാരികൾ വരും. അപ്പോൾ ഈ പാർക്ക് ഇനിയും വരുന്ന നാളുകളിൽ കൂടുതൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ പരിസര പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകും. കുട്ടികൾക്കായുള്ള പ്രത്യേക സംവിധാനങ്ങളും ഈ സുവോളജിക്കൽ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. മൃഗശാലകൾ മുൻപൊക്കെ വിനോദത്തിന് വേണ്ടി മാത്രമുള്ള ഉപാധികളായിരുന്നു.
അല്ല അപ്പൊ അതിനെ കിട്ടിയായിരുന്നല്ലേ നിങ്ങൾ ഭയങ്കര തിരക്കുന്നു.